ഈ കഴിഞ്ഞ ദിവസം മുതൽ അവിടെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നല്ലോ, ഈ ആവേശമൊക്കെ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ ഹാഷ്മി. ഉന്മേഷ്, അത് തന്നെയാണ് വിവരം. ഇവിടെ നട്ടുച്ച വെയിലാണ്, നല്ല പൊള്ളുന്ന ചൂടാണ്. പക്ഷെ ആ പൊള്ളുന്ന വെയിൽ ചൂടിനൊന്നും വകവെക്കാതെ പൂരനഗരിയിൽ ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഇങ്ങനെ ഇഞ്ചോടിഞ്ച് കയറുകയാണ്. ഘടകപൂരങ്ങളുടെ വരവ് ഏതാണ്ട് പൂർണ്ണമാവുന്നു. ഇനിയിപ്പോൾ ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം, വെടിക്കെട്ട്, അങ്ങനെ എപ്പോഴും പൂരത്തിന്റെ കാഴ്ചകളാണെങ്കിലും ഒരിക്കൽ പോലും പൂരം ഇതൊന്നും ഒരിക്കൽ പോലും തരിമ്പര് പോലും 1% പോലും മടുക്കാത്ത പൂരപ്രേമികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തൃശ്ശൂർ ഒരു മനുഷ്യ മഹാസമുദ്രമാകുന്നു. ആ സമുദ്രം ഇങ്ങനെ ഒഴുകി അലയടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ദിവസം, ഈ മണിക്കൂറുകൾ. എന്തായാലും ഇനിയിപ്പോ ഇലഞ്ഞിത്തറമേളത്തിന്റെ മനോഹാരിത, വെടിക്കെട്ടിന്റെ രൗദ്രത കാണാൻ കുറെ ഉണ്ട്. സൂരജ്, അതെ, അതായത് കാശ്മീർ ഇപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു ഇവിടെ. ആ തിരക്ക് നമുക്കിപ്പോ തോന്നുന്നു ഈ തെക്കേ നടയിൽ ആളില്ലാത്തതുകൊണ്ട് തിരക്ക് കുറഞ്ഞു തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, ഈ നഗരത്തിന്റെ ഇടറോഡുകളിലടക്കം ജനങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തൃശ്ശൂർ നഗരം ഇങ്ങനെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കേന്ദ്രം. അവിടെ നിന്ന് പല നീർച്ചാലുകൾ ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനം. അപ്പൊ അതെല്ലാം വൈകുന്നേരത്തെ കുടമാറ്റമാകുമ്പോഴേക്കും അതിവിടെ കേന്ദ്രീകരിക്കപ്പെടും. അതായത് ഈ ഭാഗത്ത് മാത്രം കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കാര്യം ഈ തെക്കോട്ടിറക്കം വരുന്ന ഭാഗമാണ്. അത് ആദ്യം ഇറങ്ങി വരിക പാറമേക്കാവാണ്. പാറമേക്കാവ് ഇറങ്ങി വന്നതിന് ശേഷം അവർക്കൊരു പരിഭവമുണ്ട്. അതായത് പലപ്പോഴും ഈ തിരുവമ്പാടി മാത്രം ഈ ഫോട്ടോകളിൽ, നാളെ വരുന്ന പത്രത്തിന്റെ 1-ാം പേജ് പടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ഈ തിരുവമ്പാടി വരുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ചില വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ പാറമേക്കാവ് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ചെറിയ കുടമാറ്റം ഇവർ ഫോട്ടോയ്ക്ക് വേണ്ടി നടത്തും. അവർ 5-6 കുട ഇവിടെ നിന്ന് ഒരു 4-5 ആന നിർത്തി അവർ ആ കുട മാറ്റിയതിനു ശേഷം വീണ്ടും പോവുകയാണ്. അവിടെ പണ്ട് പഴയന്നൂർ ഭഗവതി ഉണ്ടായിരുന്നു കോർപ്പറേഷൻ മുന്നിൽ നിന്നുള്ളതാണ് സങ്കല്പം. അവിടെ പോയി ഇവർ വലം വെച്ച് വരുമ്പോഴേക്കും തിരുവമ്പാടി ഇറങ്ങി വരും. കുടമാറ്റത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സസ്പെൻസുകളുണ്ട്. അതായത് ഈ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള സസ്പെൻസ് കുടകളാണ് ഇത്തവണ ആകർഷണമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവരും, അതായത് ഈ പറയുന്നില്ല, പ്രേക്ഷകരോട് അത് പറഞ്ഞ് അതിന്റെ ത്രില്ല് അറിയിക്കുന്നില്ല, പൊളിക്കുന്നില്ല. എന്നാലും നിങ്ങളത് കണ്ടു തന്നെ അറിയണം. അതായത് ആ കുടമാറ്റം വരെ കാത്തിരിക്കണം. വെടിക്കെട്ടിലും അതുപോലെ തന്നെ സസ്പെൻസുകളുണ്ട്. രാവിലെ തുടങ്ങി രാമന്റെ വരവെന്ന് പറഞ്ഞാൽ അങ്ങ് ഇളകി മറിഞ്ഞു എന്ന് പറയാം. കാരണം അല്ലെ, കൊട്ടാരക്കരയിൽ നിന്ന് ആളുകളാ ഇവിടെ. ഈ ചേട്ടന്മാര് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതാണ്. ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ കുത്താമ്പള്ളിന്ന് എടുത്ത ഡ്രസ്സാണ്. അപ്പൊ കുത്തമ്പള്ളിയുടെ പറ്റിയല്ലേ നമ്മുടെ കുത്താമ്പള്ളി രാമസേനയിൽ ഞങ്ങൾ 1 മാസം മുമ്പ് ഈ ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് വന്നതാണ്. കൊട്ടാരക്കരയിൽ നിന്ന് SKന്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ ആ ഒരു തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഞങ്ങൾ ഈ ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് ഇവിടം വരെ വന്നത്. ഞങ്ങൾ നേരത്തെ വന്നപ്പോഴേ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നല്ലോ. അതെ, തൃശ്ശൂർക്കാരുടെ വികാരത്തിനൊപ്പമാണ് ഞങ്ങൾ. തൃശ്ശൂരിന്റെ വികാരമാണല്ലോ. ജാതിമത അതീതമായി ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ വികാരത്തിനൊപ്പമാണ്. പൂരം വൈബിലാണ് നമ്മൾ. പൂരം കാണാ കാന്താ പൂരം കാണാ പൂരമെനിക്കൊന്നു കാണണം കാന്താ പൂരമെനിക്കൊന്നു കാണണം കാന്താ കാന്താ ഞാനും വരാം പൂരം കാണാ. ചേട്ടാ, നമുക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ പാടും. നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട് വന്നേനെയായിരുന്നു. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഇത് വേറൊരു യൂണിഫോമിൽ കൊട്ടാരക്കരയിൽ നിന്ന് മേലിലെ അല്ല, കൊട്ടാരക്കരയിൽ നിന്ന് SK ഒന്ന് പറയാ. ഞങ്ങള് താമരക്കൂടെ അക്ഷരഭാഷ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. SK ഒന്ന് കാണാൻ പറ്റിയില്ല. നമുക്ക് നടുവിലാലിലേക്ക് ഒന്ന് പോകണം അത്യാവശ്യമായിട്ട്. അവിടെ മടത്തിൽ വരവ് എത്രത്തോളം ആവേശഭരിതമായ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുന്നു. ഈ വെയിലൊക്കെ നിലാവ് പോലെയല്ലേ പൂരാരാധകർക്ക് തോന്നുന്നുള്ളൂ. വെട്ടി വേർക്കുന്നുണ്ടെങ്കിലും വിപിൻ വിശ്വപ്രസിദ്ധമായ നമ്മുടെ മടത്തിൽ വരവിന്റെ ആ ഒരു പഞ്ചവാദ്യത്തിനൊപ്പം ഇപ്പോഴിതാ തിരുവമ്പാടി ഭഗവതി ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ നടുവിലാൽ എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ഒരു 15 ആനപ്പുറത്തായിരിക്കും
ശ്രീമൂലസ്ഥാനത്തേക്ക് ഭഗവതി എഴുന്നള്ളുക. ഇതാ പഞ്ചവാദ്യം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറായി കോങ്ങാട് മധുവിന്റെ പ്രമാണിത്വത്തിൽ ഈ ഒരു പഞ്ചവാദ്യം നടക്കുന്നു. മേളങ്ങൾ നമ്മെ ത്രസിപ്പിക്കുകയാണെങ്കിൽ പഞ്ചവാദ്യങ്ങൾ എപ്പോഴും അത് വലിയ ഒരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നൊക്കെ പറയാവുന്ന രീതിക്കായിരുന്നു ഇപ്രാവശ്യവും കോങ്ങാട് മധുവും 60ഓളം വരുന്ന വാദ്യ കലാകാരന്മാരും ആ പതിവ് തെറ്റിച്ചില്ല. അത്രത്തോളം ആളുകളെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അതിഗംഭീരമായ മടത്തിൽ വരവ് പഞ്ചവാദ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അതിന്റെ ഏറ്റവും ഒരു കലാശക്കൊട്ടിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. അടുത്തത് നായ്ക്കനാൽ എന്ന പ്രദേശമാണ്. നായ്ക്കനാലിൽ വെച്ചാണ് ഈ പഞ്ചവാദ്യം അവസാനിക്കുന്നതും പിന്നീട് അത് മേളപ്പെരുക്കത്തിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇതാ ബ്രഹ്മസമ്മടത്തിലേക്ക് ഏകദേശം ഒരു 10:30 തന്നെ എത്തിച്ചേർന്നു തിരുവമ്പാടിയിൽ നിന്ന്. അവിടെ നിന്ന് തിരുവമ്പാടി കണ്ണന്റെ ശിരസിലേറിയാണ് ഭഗവതി എത്തിയത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്നുള്ള ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആരയുടെ ശിരസിലേറിക്കൊണ്ട് അതാ ശ്രീമൂലസ്ഥാനത്തേക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ആ മഹാപൂരം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത് നടുവിലാൽ എന്നുള്ള പ്രദേശത്ത് എത്തിയിരിക്കുന്നു. നമുക്ക് ആ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ അത് കേൾക്കാം. എപ്പോഴും ഈ പഞ്ചവാദ്യം അത് ഒന്നും പറഞ്ഞറിയിക്കേണ്ടതല്ല, അതിങ്ങനെ ആനന്ദത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. നമ്മൾ അത് എത്രത്തോളം ആളുകൾ എവിടുന്നൊക്കെ വന്നു എന്ന് പോലും അറിയാത്ത എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് എന്നുള്ള പോലെ തന്നെയായിരുന്നു മടത്തിൽ വരവ്. നമ്മൾ ആ കാഴ്ചകൾ കണ്ടതാണ്. വായുവിൽ ഇങ്ങനെ ഓരോ വിരലുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം അതിൻ്റെ ഒരു താളം പിടിക്കൽ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര രസകരമായിരുന്നു, അഴകുള്ള കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഇതാ നടുവിലാൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചെമ്പടതാളം കേൾക്കണ്ടേ? ശ്രീകാന്താണ് പടപടപടപട ചെമ്പടയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, അപ്പൊ പാറമേക്കാവിൽ ഇപ്പൊ സംഭവിക്കുന്ന ചെമ്പടകൊട്ടിന് പാണ്ടിമേളം തുടങ്ങാനിരിക്കുകയാണ്. അതാണ്. അപ്പൊ ചെമ്പടകൊട്ടി പാണ്ടിമേളം തുടങ്ങാനിരിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടി കയറുന്നത് ആരാധകരുടെ ആവേശത്തിൽ കൂടിയാണ് അത് കുട്ടി കയറുന്നത്. അപ്പൊ ശ്രീകാന്ത് പാറമേക്കാവ് പക്ഷെ കടുത്ത ചൂടാണെങ്കിലും പാറമേക്കാവിലും ചൂട്, അത് വെട്ടി വിയർക്കുന്ന നിലാവ്. ശ്രീകാന്ത്, പാറമേക്കാവിലെ ആവേശം എങ്ങനാ? ശ്രീകാന്ത് പോയി കേക്കോ?